NMMSൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിലെ പ്രധാന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സംഘടന. ഈസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് എ വ്യൂ ടു എൻഡിങ് ക്രൂവൽറ്റി ടു ആനിമൽസ്. ഈസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് എ വ്യൂ ടു എൻഡിങ് ക്രൂവൽറ്റി ടു ആനിമൽസ്. ഓപ്ഷൻ എ IUCN, ഓപ്ഷൻ ബി IBWL, ഓപ്ഷൻ സി WWF, ഓപ്ഷൻ ഡി SPCA. ആൻസർ ഓപ്ഷൻ ഡി SPCA. ഇതിൻ്റെ പൂർണ്ണരൂപം സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IUCNൻ്റെ ആസ്ഥാനം. IUCNൻ്റെ ആസ്ഥാനം. The IUCN is based in. The IUCN is based in. Options A Hague, B Paris, C New York, D Switzerland. Answer ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ്. IUCNൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാണ്ടാമൃഗത്തെ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്ക് ഏത്? കാണ്ടാമൃഗത്തെ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്ക് ഏത്? വിച്ച് ഈസ് ദ നാഷണൽ പാർക്ക് ദാറ്റ് കൺസേർവ് റിനോസേഴ്സ്? വിച്ച് ഈസ് ദ നാഷണൽ പാർക്ക് ദാറ്റ് കൺസേർവ് റിനോസേഴ്സ്? ഓപ്ഷൻ എ സൈലൻറ്റ് വാലി, ബി കോർബറ്റ്, സി ഇരവികുളം, സി കാശിരംഗ. ആൻസർ ഓപ്ഷൻ ഡി കാശിരംഗ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ദ ഫസ്റ്റ് ഇന്ത്യ ബയോസ്ഫിയർ റിസർവ്. ദ ഫസ്റ്റ് ഇന്ത്യ ബയോസ്ഫിയർ റിസർവ്. ഓപ്ഷൻസ് എ സുന്ദർബൻസ്, ബി നന്ദാദേവി, സി ഗ്രേറ്റ് നിക്കോബാർ, ഡി നീലഗിരി. ആൻസർ ഓപ്ഷൻ ഡി നീലഗിരി. അടുത്ത ചോദ്യം, സിംഹങ്ങളുടെ സംരക്ഷണ കേന്ദ്രം. സിംഹങ്ങളുടെ സംരക്ഷണ കേന്ദ്രം. ദ കൺസർവേഷൻ സെൻറ്റർ ഓഫ് ലയൺ ഈസ്. ദ കൺസർവേഷൻ സെൻറ്റർ ഓഫ് ലയൺ ഈസ്. ഓപ്ഷൻസ് എ ഗിർ വനങ്ങൾ അഥവാ ഗിർ ഫോറസ്റ്റ്, ബി കാശിരംഗ നാഷണൽ പാർക്ക്, സി കോർബറ്റ് നാഷണൽ പാർക്ക്, ഡി പശ്ചിമഘട്ട നിരകൾ അഥവാ വെസ്റ്റേൺ ഗട്ട്സ്. ആൻസർ ഓപ്ഷൻ എ ഗിർ വനങ്ങൾ അഥവാ ഗിർ ഫോറസ്റ്റ്. അടുത്ത ചോദ്യം, ശബ്ദത്തിൻ്റെ ശ്രുതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശബ്ദത്തിൻ്റെ ശ്രുതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പിച്ച് ഓഫ് ദ സൗണ്ട് ഈസ് റിലേറ്റഡ് വിത്ത്. പിച്ച് ഓഫ് ദ സൗണ്ട് ഈസ് റിലേറ്റഡ് വിത്ത്. ഓപ്ഷൻസ് എ പ്രവേഗം അഥവാ വെലോസിറ്റി, ബി തരംഗദൈർഘ്യം വേവ് ലെങ്ത്, സി ആവൃത്തി ഫ്രീക്വൻസി, ഡി ആയതി ആംപ്ലിറ്റ്യൂഡ്. ആൻസർ ഓപ്ഷൻ സി ആവൃത്തി അഥവാ ഫ്രീക്വൻസി. അടുത്ത ചോദ്യം, ഓറിയോൺ എന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓറിയോൺ എന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓറിയോൺ ഈസ് എ. ഓപ്ഷൻസ് എ ക്ഷുദ്രഗ്രഹം അഥവാ ആസ്ട്രോയിഡ്, ബി വ്യാഴത്തിൻ്റെ ഉപഗ്രഹം സാറ്റലൈറ്റ് ഓഫ് ജുപ്പിറ്റർ, സി സൗരസ്ഥിര കൃത്രിമ ഉപഗ്രഹം പോളാർ സാറ്റലൈറ്റ്, ഡി നക്ഷത്രഗണത്തിൻ്റെ പേര് അഥവാ കോൺസ്റ്റലേഷൻ. ആൻസർ ഓപ്ഷൻ സി നക്ഷത്രഗണത്തിൻ്റെ പേര് അഥവാ കോൺസ്റ്റലേഷൻ. അടുത്ത ചോദ്യം, വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്ത്? വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്ത്?
യൂണിറ്റ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. യൂണിറ്റ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓപ്ഷൻസ്: എ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ബി കിലോഗ്രാം കെൽവിൻ, ഓപ്ഷൻ സി ജൂൾ പെർ കെൽവിൻ, ഡി ജൂൾ പെർ കിലോഗ്രാം. ആൻസർ ഓപ്ഷൻ സി ജൂൾ പെർ കെൽവിൻ. അടുത്ത ചോദ്യം: സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജമാണ്. സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജമാണ്. എനർജി പോസസ്ഡ് ഡ്യൂ ടു പൊസിഷൻ ഓർ സ്ട്രെയിൻ. എനർജി പോസസ്ഡ് ഡ്യൂ ടു പൊസിഷൻ ഓർ സ്ട്രെയിൻ. ഓപ്ഷൻസ്: എ ലൈറ്റ് എനർജി അഥവാ പ്രകാശോർജം, ബി പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം, സി ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുതോർജം, ഓപ്ഷൻ ഡി കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം. ആൻസർ ഓപ്ഷൻ ബി പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജം. അടുത്ത ചോദ്യം: എം ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? എം ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്ലൂഡ്സ് ഇൻ എം ഷെൽ. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്ലൂഡ്സ് ഇൻ എം ഷെൽ. ഓപ്ഷൻസ്: എ 2, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 18 18, ഓപ്ഷൻ ഡി 32. ആൻസർ ഓപ്ഷൻ സി 18. പ്രധാനപ്പെട്ട ഷെല്ലുകളാണ് കെ, എൽ, എം, എൻ. 4 ഷെല്ലുകൾ. അതിൽ കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോണുകൾ, എമ്മിൽ 18, എന്നിൽ 32 ഇലക്ട്രോണുകളുമാണ്. അടുത്ത ചോദ്യം: ഐസോട്ടോപ്പിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഐസോട്ടോപ്പിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് വ്യത്യസ്ത അറ്റോമിക് നമ്പർ? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ഐസോട്ടോപ്പ്? ഓപ്ഷൻ ബി ഒരേ മാസ് നമ്പർ, സെയിം മാസ് നമ്പർ, ഓപ്ഷൻ സി വ്യത്യസ്ത മാസ് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ, ഓപ്ഷൻ ഡി ഒരേ ന്യൂട്രോണിൻ്റെ എണ്ണം, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ആൻസർ ഓപ്ഷൻ സി വ്യത്യസ്ത മാസ് നമ്പർ, ഡിഫറെൻ്റ് മാസ് നമ്പർ. ഈ ഐസോട്ടോപ്പ് എന്നാൽ ഒരു മൂലകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ തന്നെ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോട്ടോപ്പ് എന്ന് വിളിക്കുക. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻ്റ് മാസ് നമ്പർ. അടുത്ത ചോദ്യം: ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏത്? ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏത്? വിച്ച് എലമെൻറ്റ് നോൺ ഇൻ ദി നെയിം ഓഫ് കൺട്രി? വിച്ച് എലമെൻറ്റ് നോൺ ഇൻ ദി നെയിം ഓഫ് എ കൺട്രി? ഓപ്ഷൻസ്: എ കാൽഷ്യം, ബി ബേരിയം, സി പൊളോണിയം, ഡി ക്യൂറിയം. ആൻസർ ഓപ്ഷൻ സി പൊളോണിയം. പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട എലമെൻ്റാണ് പൊളോണിയം. അടുത്ത ചോദ്യം: പഞ്ചസാര തന്മാത്രയിൽ അടങ്ങിയിട്ടില്ലാത്ത ആറ്റം ഏത്? പഞ്ചസാര തന്മാത്രയിൽ അടങ്ങിയിട്ടില്ലാത്ത ആറ്റം ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആറ്റം ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഷുഗർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആറ്റം ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഷുഗർ? ഓപ്ഷൻസ്: എ നൈട്രജൻ, ബി ഓക്സിജൻ, സി കാർബൺ, ഡി ഹൈഡ്രജൻ. ആൻസർ ഓപ്ഷൻ എ നൈട്രജൻ. പഞ്ചസാരയുടെ തന്മാത്രാ സൂത്രം അഥവാ കെമിക്കൽ ഫോർമുല C12H22O11 എന്നാണ്. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ അല്ലെങ്കിൽ ആറ്റങ്ങളാണ് ഈ പഞ്ചസാരയിൽ ഉള്ളത്. അടുത്ത ചോദ്യം: സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏത്? സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏത്? വിച്ച് മെറ്റൽ എലമെൻറ്റ് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ? വിച്ച് മെറ്റൽ എലമെൻറ്റ് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ? ഓപ്ഷൻസ്:
എ ബ്രോമിൻ, ബി ക്ലോറിൻ, സി സീനിയം, ഡി മെർക്കുറി. ആൻസർ ഓപ്ഷൻ ഡി മെർക്കുറി. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ. നോൺ മെറ്റൽ എലമെൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് ബ്രോമിൻ. ഓക്കെ.